മുൻ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ജഗ്ദീപ് ധൻഖർ പുറത്താക്കപ്പെട്ടത് മോദിക്കെതിരെ ബി ജെ പിക്കെതിരെ ചില ഉപജാപം നടത്തിയത് കൊണ്ടായിരുന്നു എന്ന ഒരു പ്രചരണം ആരോപണം അന്ന് തന്നെ നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോഴത് വീണ്ടും പിക്കപ്പ് ചെയ്യുകയാണ്. അതിന് പ്രസക്തി കൂടുകയാണ് അന്താരാഷ്ട്ര തലത്തിൽ പോലും. ഇതേ കാരണത്താൽ തന്നെ അന്ന് അതിന് കൂട്ടുനിന്നതുകൊണ്ട് അംബാനിക്കെതിരെയും മോഡി ഗവൺമെൻറ് പ്രവർത്തിച്ചു തുടങ്ങുകയാണ്. ED എൻഫോഴ്സ്മെൻ്റ് ഒക്കെ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ റെയ്ഡും നടത്തുന്നു. അപ്പോൾ ഇതിന് രണ്ടിൻ്റെയും ബന്ധത്തെ എങ്ങനെയാണ് അങ്ങ് വിലയിരുത്തുന്നത്? ജഗദീപ് ധൻഖർ, ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ആയിരുന്ന ജഗദീപ് ധൻഖർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് രാജിവെക്കുമ്പോൾ ഞെട്ടലോടാണ് എല്ലാ ആൾക്കാരും ആ വാർത്ത ശ്രദ്ധിച്ചത്. ജൂലൈ 21, 2025 അദ്ദേഹം രാജിവെക്കുന്നത്. അതിനു മുമ്പ് മമതയെ സധൈര്യം നേരിട്ട ബംഗാൾ ഗവർണറായിരുന്നു ജഗദീപ് ധൻഖർ. ഉത്തരേന്ത്യയിലെ പ്രബലമായ ജാട്ട് സമുദായത്തിൽ നിന്നുള്ള ഒരു പ്രതിനിധിയാണ് അദ്ദേഹം. രാഷ്ട്രീയ നേതാവാണ്. സുപ്രീം കോടതിയിലെ ഒന്നാം തരം ഒരു അഭിഭാഷകനാണ്. മനോഹരമായിട്ട് ഇംഗ്ലീഷും ഹിന്ദിയും ഒക്കെ സംസാരിക്കുന്ന വ്യക്തിയാണ്. എന്താണ് അദ്ദേഹം പെട്ടെന്ന് രാജിവെച്ചത്? ഇന്നും അത് ഔദ്യോഗികമായിട്ട് അതിനൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. പക്ഷെ അന്നൊരു വാർത്ത ചെറുതായിട്ട് ചില ആൾക്കാരൊക്കെ പറഞ്ഞിരുന്നു. അതായത് നരേന്ദ്രമോദി സർക്കാരിനെ വലിച്ചു താഴെയിടാൻ പ്രതിപക്ഷവുമായിട്ട് ചേർന്ന് ഉപജാപം നടത്തിയിരുന്നു ജഗദീപ് ധൻഖർ. ജഗദീപ് ധൻഖർ പല പാർട്ടികളിലൊക്കെ മാറി മാറി പ്രവർത്തിച്ചിട്ടുണ്ട്. കോൺഗ്രസിൽ ഒരുപാട് കാലം ഉണ്ടായിരുന്നു, ജനതാ പാർട്ടിയിൽ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. പല രാഷ്ട്രീയക്കാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്ന ആളാണ്. അത് അത്ര ഒരു ലളിതമായ വിഷയത്തിലല്ല അദ്ദേഹം പുറത്തുപോയെന്ന് എന്തായാലും നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു വലിയ സമുദായത്തിന്റെ ജാട്ട് നേതാവിനെ അങ്ങ് പുറത്താക്കാൻ മോദി പോലും ധൈര്യപ്പെടില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തമായ കാരണങ്ങൾ ഉണ്ടായിരിക്കും. അദ്ദേഹവും ഒരക്ഷരവും മിണ്ടിയിട്ടില്ല. അപ്പോ അദ്ദേഹം അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല. ജാട്ടുകള് പിന്നെ ഇന്ത്യയുടെ ഹൃദയഭാഗത്ത് വലിയ ശക്തിയാണ്. ഹരിയാനയിലെ ഭൂരിപക്ഷ സമുദായമാണ്. പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് നിയന്ത്രിക്കുന്ന അവരാണ്, അവിടുത്തെ ഭൂരിപക്ഷ സമുദായമാണ്. പഞ്ചാബ് സിഖുകാരിൽ പകുതി ജാട്ട് സിഖുകളാണ്. അതുപോലെ തന്നെ മധ്യപ്രദേശിലും രാജസ്ഥാനിലെ നിർണായക ശക്തിയാണ്. മധ്യപ്രദേശിലും അവരുടെ സാന്നിധ്യമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമുദായത്തിന്റെ നേതാവ് ഒറ്റയടിക്ക് അദ്ദേഹം മിണ്ടാതിരുന്നെങ്കിൽ അതിൻ്റെതായ കാരണം അദ്ദേഹത്തിനും മിണ്ടാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നിരിക്കണം. അപ്പോൾ എന്തായിരിക്കണം അത്? അതിൻ്റെ സൂചനകൾ അന്ന് പുറത്തു വന്നത് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ചില മാധ്യമങ്ങളിൽ, മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്ന ഒരു വാർത്ത, ചന്ദ്രബാബു നായിഡുവിനെ ഒരു വ്യക്തി സമീപിക്കുന്നു. ആ സമീപിച്ച വ്യക്തി പറയുന്നത് ചന്ദ്രബാബു നായിഡുവിനെ പ്രധാനമന്ത്രിയാക്കാം, അദ്ദേഹത്തിനെ കോൺഗ്രസ് അതിനെ പിന്തുണയ്ക്കും, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഈ വിഷയത്തിൽ ഇടപെടും, അങ്ങനെ കേന്ദ്രത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാകും എന്ന ഒരു വാഗ്ദാനവുമായിട്ട് ചന്ദ്രബാബു നായിഡുവിനെ അധികാര ദല്ലാളന്മാർ സമീപിക്കുന്നു. ചന്ദ്രബാബു നായിഡു ഒരിക്കൽ BJPയുടെ കൂടെ നിന്നിട്ട് മറുകണ്ഠം ചാടിയ വ്യക്തിയാണ്. അതായിരിക്കാം അദ്ദേഹത്തെ സമീപിക്കാനുള്ള കാരണം. അങ്ങനെ മറുകണ്ഠം ചാടിയ ചന്ദ്രബാബു നായിഡു വീണ്ടും ചാടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് അവരവിടെ ചെന്നത്. കാരണം നിതീഷിനെയോ അല്ലെങ്കിൽ മറ്റൊരാളെയോ സമീപിച്ചില്ലല്ലോ. അത് ഈ ഒരു വസ്തുത കൊണ്ടാണ്. പക്ഷേ ഇപ്രാവശ്യം ചന്ദ്രബാബു നായിഡു കുറച്ചുകൂടെ ദീർഘവീക്ഷണം ഉണ്ടായിരുന്നു. ഒരു തവണ അദ്ദേഹം പുറത്തു ചാടിയിട്ട് പിന്നെ അദ്ദേഹത്തിന് അധികാരത്തിൽ തിരിച്ചെടുത്താൻ മോഡിയുടെ കാല് പിടിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇപ്രാവശ്യം അദ്ദേഹം അതിന് വഴങ്ങിയില്ലെന്ന് മാത്രമല്ല, ഈ വിവരം കൈയോടെ മോദിയെ അറിയിക്കുകയും ചെയ്തു. അതിനെ തുടർന്നാണ് ജഗദീപ് ധൻഖറോട് രാജിവെക്കാൻ മോദി IBയും ഒക്കെ അന്വേഷണം നടത്തുകയും അവർ കൃത്യമായിട്ട് ഈ വാർത്ത ശരിവെക്കുകയും ചെയ്തതോടുകൂടി അവിടെ പുതിയൊരു ഉപരാഷ്ട്രപതിയുടെ വരാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. ഒന്നും മിണ്ടാതെ ജഗദീപ് ധൻഖർ രാജി എഴുതി കൊടുത്ത് പിന്നെ ഇതുവരെ വാ തുറന്നിട്ടില്ല. ആ ഒരു സ്ഥിതി ഉണ്ടായി. പക്ഷെ ഇവിടെയാണ് ഇതിന്റെ പിന്നിൽ വെറുതെ ചില അധികാര ദല്ലാളന്മാർ പോയിട്ട് ചന്ദ്രബാബു നായിഡുവിനോട് സംസാരിച്ച നായിഡു വിശ്വസിക്കത്തില്ലല്ലോ. ആരായിരിക്കണം ഇടനിലക്കാരനായിട്ട് സംസാരിച്ചത്? അവിടെയാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം പുറത്തു വന്നത്. അങ്ങനെ അതിൽ ഇടനിലയ്ക്ക് നിന്നത് അനിൽ അംബാനിയാണ്.
അനിൽ ധീരുഭായ് അംബാനിയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നത്. ഈ വാർത്തയ്ക്ക് എന്തെങ്കിലും സാങ്കത്യമുണ്ടോ, സത്യമുണ്ടോ ഇതിൽ? ഈ വാർത്തയിലെ പിന്നെ എന്തുകൊണ്ടാണ് ഈ വാർത്ത മുഖ്യധാരാ മാധ്യമങ്ങൾ ഏറ്റെടുക്കാതിരുന്നത്? എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിലെ അനിൽ അംബാനിയെ വലിച്ചഴിച്ചത്? അപ്പോൾ ഇതിന് എന്തെങ്കിലും പ്രൈമ ഫേസി പ്രഥമ ദൃഷ്ടിയ എന്തെങ്കിലും തെളിവുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കാണുന്നത്, ഞാൻ പറഞ്ഞു ജൂലൈ 21-നാണ് ജഗദീപ് ധൻഖർ രാജിവെക്കുന്നത്. ജൂലൈ 24-ന് 21-ന് ഇയാൾ രാജിവെക്കുന്നു. 24-ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ ADAG ഗ്രൂപ്പിന്റെ 35 ഓഫീസുകൾ, ഇന്ത്യയൊട്ടാകെയുള്ള 35 ഓഫീസുകൾ റെയ്ഡ് നടത്തുന്നു. അപ്പോൾ ഈ വാർത്തയുടെ ഒരു സാങ്കത്യം പ്രഥമ ദൃഷ്ട്യ അതിനുള്ള ഒരു തെളിവാണ്. യെസ് ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു മണി ലോണ്ടറിങ്, കള്ളപ്പണം വെളുപ്പിക്കൽ കേസാണ് ആദ്യം അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന് നേരെ ഉയർന്നു വന്നത്. ഈ കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് 35 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടന്നത്. അതിനുശേഷം ഓഗസ്റ്റ് 23, ജൂലൈയിൽ തുടങ്ങിയ ഈ റെയ്ഡ് ഓഗസ്റ്റ് 23 ആയപ്പോഴേക്കും വളരെ വേഗത്തിൽ CBI FIR ഇട്ടു. അത് വേറൊരു കേസിലാണ്. അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില പൊതുമേഖലാ ബാങ്കുകൾ അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പ് അവരിൽ നിന്നും എടുത്ത ലോണുകൾ തിരിച്ചടയ്ക്കുന്നില്ല എന്നൊരു ആരോപണവും കേസ് കൊടുത്തിരുന്നു. ആ കേസിലെ FIR ഇട്ട് ഏതാണ്ട് 30,000 കോടി രൂപയുള്ള 27,600 കോടി രൂപ എങ്ങാണ്ടാണ് തിരിച്ചടവുണ്ടത്. അത് പലിശ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു അതും മറ്റു ചില ലോണുകളും കൂട്ടിച്ചേർത്തപ്പോൾ അതിന്റെ പലിശയും എല്ലാം ചേർത്തിട്ട് 40,000 കോടി രൂപയുടെ ബാധ്യതയാണ് ഇപ്പോൾ ഇവർക്കുള്ളത്. ഈ റെയ്ഡുകൾ അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ നട്ടല്ലൊടിച്ചു എന്ന് തന്നെ പറയാം. കാരണം ഇവര് ഇതേ സമയത്ത് തന്നെ അവരുടെ ഒരു പബ്ലിക് ഇഷ്യൂ വരാനിരുന്നതാണ്. റിലയൻസ് ഇൻഫ്രയുടെയും റിലയൻസ് പവറിന്റെയും അതിൽ 6,000 കോടി രൂപ ഷെയർ വിറ്റ് സമാഹരിക്കാനിരുന്നതാണ് അവർ. പ്രത്യേകിച്ച് ഈ റിലയൻസ് ഇൻഫ്രയ്ക്ക് ആ കാലഘട്ടത്തിൽ 1 രൂപയുടെ പോലും കടവില്ല. അതുകൂടാതെ 6,000 കോടി രൂപയുടെ ഡിബഞ്ചറുകളും ഇറക്കാൻ അവർ തീരുമാനിച്ചിരുന്നു. ഇതെല്ലാം തന്നെ അട്ടിമറിക്കപ്പെട്ടു. അവർക്ക് മാർക്കറ്റിൽ നിന്നും ഒരു 10,000 കോടി രൂപയോട് അടുപ്പിച്ച് അവര് മാർക്കറ്റിൽ നിന്നും സമാഹരിക്കാമെന്ന് വിചാരിച്ചിരുന്നിടത്ത് കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു, ഉത്തരത്തിലിരുന്നത് കിട്ടുകയും ചെയ്തില്ല. അങ്ങനെ അനിൽ ധീരുഭായ് അംബാനിയുടെ നേരെ ആവശ്യമില്ലാതെ ഒരു നടപടിയെടുക്കുന്ന വ്യക്തിയാണോ അല്ലെങ്കിൽ നരേന്ദ്രമോദി അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ എന്നൊരു ചോദ്യമുണ്ട്. ഇതിനിടയ്ക്ക് അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പിന്റെ ഒരു അവകാശവാദം എന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ അനിൽ ധീരുഭായ് അംബാനി ഗ്രൂപ്പ് പറയുന്നത് അനിൽ അംബാനിയുടെ ചില കമ്പനികളിൽ അദാനി ഗ്രൂപ്പിന് നോട്ടമുണ്ടെന്നും അദാനി ഗ്രൂപ്പിന്റെ കയ്യിലേക്ക് ആ കമ്പനികളെ എത്തിക്കാൻ വേണ്ടിയാണ് ഇവര് ഇങ്ങനെ ഒരു നടപടി എടുത്തതെന്നും ഒക്കെയാണ്. അതൊരു വല്ലാത്ത ഒരു ആരോപണമാണ്. നമുക്ക് ഇതിനകത്തിൽ ചില കാര്യങ്ങളൂടെ പരിശോധിക്കാം. അത് ഒരുപാട് ചർച്ച ചെയ്യാനുള്ള വിഷയമാണെങ്കിലും സമയപരിമിതി മൂലം ഇതൊന്ന് ചുരുക്കി നമുക്ക് ചർച്ച ചെയ്ത് നിർത്താം. അതായത് അനിൽ ധീരുഭായ് അംബാനി യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ട് വളരെ അടുത്ത ബന്ധം കാത്തുസൂക്ഷിക്കുന്ന ആളാണ്. 2013-ലെ ഗുജറാത്തിലെ ഒരു സമിറ്റ് ഉണ്ടായിരുന്നു, വൈബ്രന്റ് ഗുജറാത്ത് എന്ന് പറയുന്ന വ്യവസായ സംഗമം. ആ വൈബ്രന്റ് ഗുജറാത്ത് സമിറ്റിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സർദാർ പട്ടേലുമായിട്ടും മഹാത്മാഗാന്ധിയുമായിട്ടും അവര് ഗുജറാത്തിൽ നിന്നുള്ള മറ്റു 2 മഹാന്മാരാണ്. ആ മഹാന്മാരുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് അനിൽ ധീരുഭായ് അംബാനി മോദിയുടെ ഗുഡ് ബുക്സിലേക്ക് കയറാൻ ശ്രമിച്ചത്. അദ്ദേഹത്തിലെ ആ വൈബ്രന്റ് ഗുജറാത്ത് സമ്മിറ്റിലെ ഒരു സജീവ സാന്നിധ്യമായിരുന്നു അനിൽ അംബാനി. പിന്നീട് അതുപോലെ തന്നെ അതിനുശേഷവും മോദിയുടെ സ്വച്ഛ ഭാരത് 9 അംബാസഡർമാരെ തിരഞ്ഞെടുത്തപ്പോൾ അതിലൊരാളായിരുന്നു അനിൽ ധീരുഭായ് അംബാനി. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു ചരിത്രമുള്ള അനിൽ ധീരുഭായ് അംബാനിയെ വെറുതെ പോയിട്ട് അദ്ദേഹത്തിന്റെ ബിസിനസ് തകർക്കാൻ കേന്ദ്ര BJP സർക്കാർ ശ്രമിക്കില്ല. കൃത്യമായ എന്തോ ഒരു കാരണമുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ അത് ഈ ജഗദീപ് ധൻഖറിനെ സഹായിച്ചതാണോ ആണ് എന്നുള്ള ഒരു റൂമർ
അതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ പറ്റുന്നില്ല. അത് വെരിഫൈ ഒന്നും നമുക്ക് ചെയ്യാനുള്ള തെളിവുകളൊന്നും ഇല്ലെങ്കിലും അത് ഒറ്റയടിക്ക് തള്ളിക്കളയാൻ നമുക്ക് പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങളും. ജഗദീപ് ധൻഖർ എന്തുകൊണ്ട് പിന്നീട് ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല? ഈ ഊഹാപോഹങ്ങളാണ് ഇത് വെറും ഗൂഢലക്ഷ്യങ്ങളോടെ പിന്നെ ആരോ പിന്നെ പ്രചരിപ്പിക്കുന്നതാണെങ്കിൽ ഇതിലൊരു വസ്തുതയില്ല എന്ന് ജഗദീപ് ധൻഖർ പറഞ്ഞിട്ടില്ല. ഇതിലൊരു വസ്തുതയില്ല എന്ന് ചന്ദ്രബാബു നായിഡു നിഷേധിച്ചിട്ടില്ല. കേന്ദ്ര സർക്കാരും വേണ്ടിയിട്ടില്ല. ആധികാരികമായിട്ടുള്ള നിഷേധങ്ങൾ ഒരു ഭാഗത്തു നിന്നും വന്നിട്ടില്ല. അതുപോലെ തന്നെ അനിൽ അംബാനിയുടെ സ്ഥാപനങ്ങളിൽ നടക്കുന്ന റെയ്ഡുകൾ, അത് അക്കാര്യത്തിൽ പല പല സംശയങ്ങൾ ഉയരുന്നു. ഇതൊക്കെ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ ഇതിൽ ഉയർന്നു വരുന്നുണ്ട്. എന്നിരുന്നാലും എന്തൊക്കെ ആയാലും ശരി, മോദി സർക്കാരിനെ അതിന്റെ ആദ്യഘട്ടത്തിൽ അസ്ഥിരപ്പെടുത്താം എന്നുള്ള നീക്കങ്ങൾ രണ്ടാം മോദി സർക്കാരിന്റെ കാലത്തും നടന്ന CAA വിരുദ്ധ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടുമായിട്ട് അതിനെതിരെ എന്ന് പറഞ്ഞ് ഡൽഹിയിൽ നടന്ന കലാപങ്ങള്, റോഡ് ബ്ലോക്കേഡുകൾ, പിന്നെ കർഷക സമരം, ഇതൊക്കെ തന്നെ വലിയ രീതിയിൽ ആരുടെയൊക്കെയോ പിന്തുണ അതിനുണ്ടായിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ സൂചന. അതൊന്നും കൊണ്ട് സാധിക്കാതിരുന്നത് ഈ ഘടകകക്ഷികളെ പുറത്തു ചാടിച്ച് അവരെ പിന്നെ അവരിലൊരാളെ പ്രധാനമന്ത്രിയാക്കാം. ഇപ്രാവശ്യത്തെ മോദി സർക്കാരിന് BJPക്ക് വെറും 240ഓളം അറൗണ്ട് അത്ര MP മാത്രമേ ഉള്ളൂ എന്നുള്ളത് ഇപ്പം നമ്മൾ ചിന്തിക്കാത്തത്. അതിനുശേഷം രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും അതുപോലെ ഹരിയാനയിലും എന്തിന് ഏറ്റവും ഒടുവിൽ ആർക്കും സങ്കല്പിക്കാൻ പറ്റാത്ത മിന്നുന്ന വിജയം പശ്ചിമ ബംഗാളിലും BJP നേടിയെടുത്തപ്പോൾ ഇപ്പോൾ മോദി സർക്കാർ എല്ലാത്തരം വെല്ലുവിളികൾക്കും അപ്പുറത്തെത്തി നിൽക്കുകയാണ്. പക്ഷേ തുടക്കത്തിൽ ഇങ്ങനെ ഒരു അട്ടിമറി ശ്രമം വിജയിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ BJP ഇതര സർക്കാർ വരുമായിരുന്നു. ഒരുപക്ഷെ കടം കയറി മുടിഞ്ഞു നിൽക്കുന്ന അനിൽ ധീരുഭായ് അംബാനിക്ക് വലിയ ഓഫറുകൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടായിരിക്കാം. ചില ആൾക്കാർ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ അനിലാണോ ഉൾപ്പെട്ടിരുന്നത്? കാരണം ഈ ചന്ദ്രബാബു നായിഡുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധമുള്ളത് മുകേഷ് അംബാനിക്കാണ്. പിന്നെ മുകേഷ് അംബാനിക്കാണ് ആന്ധ്ര രാഷ്ട്രീയത്തിൽ ചില താല്പര്യ സ്റ്റേക്കുകൾ ഉണ്ടായത്. ഉദാഹരണത്തിന് ന്യൂസ് 18 നെറ്റ്വർക്ക് 18 ഇപ്പോൾ മുകേഷ് അംബാനിയുടെ ഉടമസ്ഥതയിലാണ്. ആ നെറ്റ്വർക്ക് 18 ആണ് പണ്ട് ETV എന്ന ആന്ധ്ര രാമോജി റാവുവിന്റെ ന്യൂസ് ചാനലും എന്റർടൈൻമെന്റ് ചാനലും ഒക്കെ ഏറ്റെടുക്കുന്നത്. പിന്നീട് ഈ റിലയൻസിന്റെ റീറ്റെയിലിന്റെ ഈ മിൽക്ക് ഡയറി പ്രോഡക്ട്സ് വിഭാഗം അത് ചന്ദ്രബാബു നായിഡുവിന്റെ മരുമകൾ ഡയറക്ടറായിരിക്കുന്ന ഒരു കമ്പനിയുണ്ട്, ഹെറിറ്റേജ് ഫുഡ്സ്, അവർ ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ബിസിനസ് ഡീലുകളുണ്ട് ഈ മുകേഷ് അംബാനിയും അതുപോലെ തന്നെ ഇപ്പുറത്ത് ചന്ദ്രബാബു നായിഡുവും ഒക്കെ ആയിട്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ അനിൽ അംബാനിയുടെ തലയ്ക്കോട്ട് ഇതെല്ലാം വെച്ചിരിക്കുന്നത് എന്നൊരു വേറൊരു ചോദ്യവും. ഒരുപക്ഷെ തമ്മിൽ ദുർബലനായ അനിൽ അംബാനിയാണ് ഏറ്റവും പിടിക്കാൻ എളുപ്പം. അനിൽ അംബാനി കസ്റ്റഡി വന്നാൽ മറ്റു കാര്യങ്ങളിലേക്ക് പിന്നെ കിടക്കാം. എവിടെയോ നമുക്കറിയാത്ത നിഗൂഢ സത്യങ്ങൾ ഇതിനുള്ളിലുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ ഒന്നുകിൽ ഇത് പൂർണ്ണമായിട്ടും ഇരുട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ ഇതിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരും. എന്തായാലും നമുക്കാർക്കും ഊഹിക്കാൻ പറ്റാത്ത കോർപ്പറേറ്റ് രാഷ്ട്രീയ യുദ്ധങ്ങളുടെ ഒരു വലിയ അറിയപ്പെടാതെ പോയ ഒരു ഏടാണ് ഈ സംഭവം എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും പുറത്തു വരികയാണെങ്കിൽ അത് വിശകലനം ചെയ്യാനായിട്ട് നമുക്ക് അടുത്ത പ്രേക്ഷകരെ സമീപിക്കാം. അതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം.